ഹായ് ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വലിയൊരു വെൽക്കം. അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നത് എൻ്റെ റെസിപ്പി ആയിട്ടല്ല, ഇതാണ് ഞങ്ങളുടെ അത്തായും താത്തായും. അത്താടയും ഫുഡെന്ന് പറയുന്നത് എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല. അത്താട ബീഫ് റോസ്റ്റ്, പിന്നെ തലക്കറിയൊക്കെ അടിപൊളിയായിട്ടുണ്ടാക്കും. സോ അത്താടയും താത്താടയും പ്രത്യേകതരം കൈപ്പുണ്യാണ്. ആ സാധനങ്ങളൊക്കെ നമ്മളിടുന്നത്, പക്ഷേ നമുക്ക് ആ ടേസ്റ്റ് കിട്ടത്തില്ല. ആ മിക്സിങ്ങിലാണ് ആ മാജിക്ക് ഫുള്ള്. സോ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഇതാണ് ചിക്കൻ കുറുമ. അത്താടെ ചിക്കൻ കുറുമ കേട്ടോ. അപ്പോൾ കുറേയൊക്കെ ഞാൻ അടുത്ത് നിന്നിട്ട് റെസിപ്പിയൊക്കെ കണ്ടുപിടിക്കാൻ നോക്കി, പക്ഷേ എനിക്കൊരു പിടുത്തവും കിട്ടിയില്ല. അപ്പോൾ ഉള്ള സാധനങ്ങൾ നമ്മുടെ സവോള, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, ഇതെല്ലാം നന്നായിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്തു. ചിക്കൻ ആഡ് ചെയ്ത് കഴിഞ്ഞ് അതിനകത്ത് മല്ലിയില ഇട്ടു. പിന്നെ എന്തൊക്കെയോ കുറച്ച് മസാലകളൊക്കെ ഇട്ടു. ഒരു അളവൊന്നും എനിക്ക് അറിയത്തില്ല. കാരണം വെച്ചാൽ ഇന്ന ഇടയ്ക്ക് അവിടെ വായി നോക്കി ഇന്ന് ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് ചെയ്ത് അവിടെ മൂലയ്ക്ക് ഞാൻ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് ആഡ് ചെയ്തത് കുറച്ച് ചിക്കൻ മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ആഡ് ചെയ്തു. പിന്നെ നമ്മൾ ചിക്കനൊക്കെ ഏകദേശം ഇച്ചിരി വെന്ത് വന്നപ്പോഴത്തേക്ക് അതിനകത്തോട്ട് കിഴങ്ങും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. താത്താട സ്പെഷ്യല് ബീഫ് അങ്ങനത്തെ ആണെങ്കിൽ താത്താട അച്ചാർ അത് സൂപ്പറാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലത് നല്ല മധുരവും എരിവും എല്ലാം കൂടെ ചേർന്നൊരു അടിപൊളി ടേസ്റ്റാണ്. സോ അതിൻ്റെ റെസിപ്പി എനിക്ക് എപ്പോഴെങ്കിലും കിട്ടുമോ നോക്കട്ടെ. കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ട് തരാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നോക്കട്ടെ, ഇനി എപ്പോഴെങ്കിലും കിട്ടുവാണെങ്കിൽ ഞാൻ സെറ്റ് ചെയ്ത് തരാം. അപ്പോൾ തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പാലും കാഷ്യൂനട്ടും രണ്ടും കൂടെ ഇട്ട് അരച്ചിട്ടാണ് നമ്മൾ കറിയിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഓരോ തവണ ചെമ്പ് തുറക്കുമ്പോഴത്തേക്കും ഞാനവിടെ സ്മെല്ലിൻ്റെ എഫക്റ്റ് കൊണ്ട് ഞാനവിടെ നിൽക്കുവാണ്. ഞാനെല്ലാം അഴിച്ച് നല്ല വേവിച്ച് നല്ല എന്താ പറയുക, നല്ല കുറാന്നിരിക്കുന്ന ഗ്രേവി ആയിരുന്നു. അങ്ങനെ നമ്മുടെ കറിയൊക്കെ ഇതേ സെറ്റായിട്ടുണ്ട്. അങ്ങനെ വെന്തോന്നൊക്കെ നോക്കിയപ്പോൾ കിഴങ്ങും ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റത്തെ പൊടിക്കഴുണ്ടല്ലോ, നമ്മുടെ മല്ലിയിലയാണ് മെയിൻ താരം. മല്ലിയില, കറിവേപ്പില, പിന്നെ നമ്മുടെ കുരുമുളക് പൊടി, പെരുംജീരകപ്പൊടി, അതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്ത് പിന്നെ നമ്മളൊന്ന് അടച്ച് വെക്കുക. കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ സാധനം. പിന്നെ ലാസ്റ്റ് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് അങ്ങനെ കറി മൂടി വെച്ച് കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കി. എൻ്റെ സാറേ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.